മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ ഉൾപ്പെടുന്ന ദേവാലയമാണ് തിരുവണ്ടൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി. നിരണം ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തയായിരുന്ന കാലം ചെയ്ത അഭിമന്യ തോമാമാർ ദിവന്യാസ്യോസ് തിരുമേനിയുടെയും തോട്ടത്തിൽ വീട്ടിൽ ടി.എം. ഗീവർഗീസ് അച്ഛന്റെയും ശ്രമഫലമായിട്ടാണ് ഈ ദേവാലയം രൂപം കൊണ്ടത്. സാമ്പത്തിക ഉന്നമനത്തിനായി ദേവാലയം വിട്ട് ഇതര ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ചേക്കേറിയ ഒരു വിഭാഗം ആളുകളുടെ ഇടയിൽ പൗരസ്ത്യ ക്രിസ്തീയ വിശ്വാസം പരിത്യജിക്കാതെ നിലനിന്ന ഒരു വിഭാഗത്തിന്റെ സഹനത്തിന്റെയും പരിശ്രമത്തിന്റെയും കഥകളും, ഒപ്പം തന്റെ സ്ലീബ പണയം വെച്ച് ഇടവകയെ സഹായിച്ച തോമാമാർ ദിവന്യാസ്യോസ് തിരുമേനിയുടെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും കഥകളും ഈ ദേവാലയത്തിന് പറയുവാനുണ്ട്. 1956 ജൂലൈ മാസം 8-ാം തീയതിയാണ് പ്രഥമ ബലി ഈ ദേവാലയത്തിൽ അർപ്പിക്കുന്നത്. അന്ന് ഓലമേഞ്ഞ ചെറിയ ദേവാലയം വന്യ ഗീവർഗീസ് അച്ഛന്റെയും വിശ്വാസികളുടെയും പരിശ്രമ ഫലമായി ഉമയാറ്റുകര സെന്റ് തോമസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയുടെ ചാപ്പലായി പിന്നീട് പ്രഖ്യാപിക്കപ്പെട്ടു. 1971 തോട്ടത്തിൽ വീട്ടിൽ ഗീവർഗീസ് അച്ഛന്റെ മകൻ ടി.ജി. സക്കറിയ അച്ഛന്റെ പ്രയത്നഫലമായി ദേവാലയം വിപുലീകരിക്കുകയും കല്ലറ പണിയുവാൻ സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. ഈ കാലയളവിലാണ് മാസത്തിലെ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ട് തുടങ്ങിയത്. 2006 ജനുവരി 20-ാം തീയതി സുവർണ ജൂബിലി ആഘോഷിച്ച ഈ ദേവാലയത്തിൽ ആത്മീയ സംഘടനകളായ സൺഡേ സ്കൂൾ, പ്രാർത്ഥനയോഗം, മർത്തമറിയം സമാജം, യുവജന പ്രസ്ഥാനം തുടങ്ങിയവ കാര്യക്ഷമമായി നടത്തിവരികയും ചെയ്യുന്നു. ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പോലിത്ത ആയിരുന്ന കാലം ചെയ്ത അഭിമന്യ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനിയുടെയും ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ അസിസ്റ്റന്റ് മെത്രാപ്പോലിത്ത ആയിരിക്കുന്ന ഡോക്ടർ മാത്യൂസ് മാർ തീമോത്യോസ് തിരുമേനിയുടെയും കൈത്താങ്ങലുകൾ വിസ്മരിക്കാവുന്നതല്ല. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥത ഇടവകയ്ക്കും ദേശത്തിനും ദൈവിക അനുഗ്രഹം നൽകുന്ന ഈ ദേവാലയം ഇപ്പോൾ ജീർണത മൂലം പ്രതിസന്ധികൾ നേരിടുകയാണ്. ദേവാലയത്തിന്റെ കാലപ്പഴക്കം ബലക്ഷയത്തിന് കാരണമായത് മൂലം ഇപ്പോൾ പുനർനിർമ്മാണം അനിവാര്യമായി വന്നിരിക്കുന്നു. 55-ൽ പരം വീടുകൾ ഉള്ള ഈ ദേവാലയത്തിൽ പകുതിയിലേറെയും ദിവസ വേതനക്കാർ ആണ്. ഈ സാഹചര്യത്തിൽ സുമനസ്സുകളുടെ പ്രാർത്ഥനയും സാമ്പത്തിക സഹായവും ഏറെ അനിവാര്യമായ ഒരു ഘടകമാണ്. മധ്യ തിരുവിതാംകൂറിലെ ജനസമൂഹങ്ങളിൽ ഇന്നും കൊച്ചുപള്ളി എന്നറിയപ്പെടുന്ന ഈ ദേവാലയത്തിന്റെ നിലനിൽപ്പിനും പുനർനിർമ്മിതിക്കുമായി സാമ്പത്തിക കൈത്താങ്ങലുകൾ നൽകി സഹായിക്കണമെന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദേവാലയത്തെ നിരന്തരമായി ഓർക്കണമെന്നും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.